എടേ മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിൻ്റെ ഇതിഹാസ നടന്മാരാണ്. അവർ എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കി വെച്ച ഒരു ബേസിലാണ് ഇപ്പം മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ പല സംവിധായകരും പ്രേം നസീറും ജയൻ്റെ ആ കാലഘട്ടമൊന്നും നമ്മൾ നോക്കണ്ട. പക്ഷേ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമ മുമ്പോട്ട് പോകുന്നത് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന നടന്മാർ രണ്ടുപേരും ഉണ്ടാക്കി വെച്ച ബേസിൽ തന്നെയാണ്. അത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ മോഹൻലാലായിരിക്കും. കാരണം കളക്ഷൻ്റെ ബേസിസിലും ഫാൻ ബേസിസിലും കുറച്ച് മോഹൻലാലിന് തന്നെയാണ് മമ്മൂട്ടിയെക്കാളും മുൻഗണന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഫാൻസുകാരുടെ ഒരു ചിന്താഗതി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തംബ്നെയിലിൽ കണ്ട ഈ ഫോട്ടോ ഇല്ലേ, ഈ ഫോട്ടോ ഇതുപോലുള്ളൊരു ഫോട്ടോയാണോ നമ്മുടെ ഒരു മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാറിനെ ഇങ്ങനെയാണോ ഉദ്ദേശിക്കേണ്ടത്? ഇത് വേറെ വെളിയിലുള്ള സംസ്ഥാനക്കാർ പോലും ഇങ്ങനെ ഒരു ഫോട്ടോ ഇറക്കാൻ മനസ്സ് കാണിക്കില്ല. ഇങ്ങനെ ഒരു ഫോട്ടോ, അത് പുള്ളി ഇത്രയും കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്തു, നാഷണൽ അവാർഡുകൾ വാങ്ങിച്ചു. സിനിമ പുള്ളിയുടെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമകളെല്ലാം ടോപ്പ് ക്വാളിറ്റിയുള്ള സിനിമകളാണ്. അങ്ങനെ മമ്മൂട്ടി അഭിനയിച്ച എത്ര സിനിമകളാണ് നമ്മളെ മലയാളിയൊക്കെ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന എത്രത്തോളം സിനിമകളുള്ള ഒരു നടനെ ഇതുപോലെ ഒരു അപഹാസ്യനാക്കി മാറ്റിയ ഇത് ഏതൊരു കലാകാരനാണ്? ഇതൊരു കലാകാരന് ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു കൊലാകാരന് മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതൊരു ഒരു നന്ദിയുള്ള അല്ലെങ്കിൽ നന്മയുള്ള ഒരു മോഹൻലാൽ ഫാൻസിന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ആരും സപ്പോർട്ട് ചെയ്യുകയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതിന് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നാൽ കാണും മോഹൻലാൽ ഫാൻസ് തന്നെയായിരിക്കും ഇതിനെ എതിർക്കുന്നത്. കാരണം ഇതുപോലുള്ളൊരു ഫോട്ടോയെ ആരും സപ്പോർട്ട് ചെയ്യില്ല. തന്തയ്ക്ക് പിറക്കാത്തവന്മാർ മാത്രമേ ഇതുപോലുള്ളൊരു ഫോട്ടോയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തന്നെ തന്തയ്ക്ക് പിറക്കാത്തവന്മാർ മാത്രമേ ഇതുപോലുള്ളൊരു പ്രവൃത്തി കാണിക്കുകയുള്ളൂ. ഇതിൻ്റെ ഫോട്ടോ ചെയ്തവൻ്റെ കഴിവിനല്ല ഇത് കാണിക്കുന്നത്, അവൻ്റെ തന്തയില്ലായ്മ തന്നെയാണ് ഇതിനെ വെളിപ്പെടുത്തുന്നത്. ഇനി അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ പറയും അത് സിനിമയാണ് അവർ ഉദ്ദേശിച്ചത്, ബസൂക്കെ നസ്ലിൻ്റെ സിനിമ തൂക്കിയടിച്ചു എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്ത ഇതുപോലൊരു ചിത്രം വെളിവിടുമോ? ഇപ്പോൾ മോഹൻലാലിനെയാണ് ഇതുപോലൊരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു നടൻ ഇടിച്ചിടുന്നതായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ എപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോൾ അതിനെ വിമർശിച്ചെന്ന് കേട്ടാൽ പോരെ? വിമർശനം മാത്രമാണ്, നിങ്ങൾ അത് മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇത് എൻ്റെ ഒരു സങ്കടം പറയാൻ വേണ്ടി ഞാൻ വന്ന വീഡിയോ. കാരണം ഒരു മലയാളി ഇപ്പം മോഹൻലാലിനെ ഇങ്ങനെ ഇടിച്ചിരുന്നത് വന്നാൽ പോലും ഞാൻ അങ്ങനെ പറയുള്ളൂ. നിങ്ങളിപ്പോൾ ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ തുടരും എന്ന് പറഞ്ഞ സിനിമയോ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ സിനിമയെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ പ്രൊമോട്ട് ചെയ്ത സമയത്ത് താഴെ വന്ന് മമ്മൂട്ടി ഫാൻസുകാർ പറഞ്ഞത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെ ബസൂക്കിയെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഡൊമിനിക്കിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്ത സമയത്ത് മോഹൻലാൽ ഫാൻസുകാർ താഴെ വന്ന് വിളിച്ചത് നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ ഈ യാതൊരു വീഡിയോയിലെങ്കിലും മോഹൻലാലിന് എന്തെങ്കിലും ഇരട്ടപ്പേരുകളോ അല്ലെങ്കിൽ മോഹൻലാലിന് കഴിവില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ശരിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മോഹൻലാലിന് കഴിവില്ലെന്ന് പറഞ്ഞാൽ പറയാനുള്ള ക്വാളിറ്റി എനിക്കെന്താണുള്ളത്? നിങ്ങൾക്ക് എന്താണുള്ളത്? മമ്മൂട്ടിക്ക് ക്വാളിറ്റി ഇല്ലെന്ന് പറയാനുള്ള കഴിവ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്? അത് കുറച്ചൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു തരണേ അച്ഛനും അമ്മയൊക്കെ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് കമൻറ്റുകൾ പലതും ഇടാം. എൻ്റെ വീഡിയോയിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ അവരെ പരിഹസിച്ചിട്ടില്ല. അവർ നല്ല രീതിയിൽ അവരുടെ സിനിമകൾ മുമ്പോട്ട് വരണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നുള്ളതല്ലാതെ ഈ സിനിമകളെക്കുറിച്ച് വിമർശിക്കുമെന്നുള്ളതല്ലാതെ നടന്മാരെക്കുറിച്ച് ഒരു വിമർശനവും ഞാൻ നടത്താറില്ല. അത് ഇതുപോലുള്ളൊരു ഫോട്ടോ എന്തുദ്ദേശിച്ചാണെങ്കിലും ഇതുപോലുള്ളൊരു ഫോട്ടോ ചെയ്യുന്നവന്മാർ തന്തയില്ലാത്തവന്മാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.